എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആനിമൽ ഫാം MCQs. ആദ്യമേ തന്നെ പറഞ്ഞു, ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പോർഷനാണ് ആനിമൽ ഫാം കേട്ടോ. നോവലായിട്ടും അതല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സ് എഴുതിയത് ആരാണ്, അതിന്റെ മോറൽ തീമുകൾ എന്താണ്, അതിൽ ലംഘിക്കപ്പെട്ടിട്ടുള്ള കമന്റ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ MCQസിലേക്ക് പോകാം അല്ലെ. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത്, വാട്ട് മെയ്ഡ് ജോർജ് ഓർവെൽ ആൻ ഒപ്പോസ് ഓഫ് കമ്മ്യൂണിസം? നമുക്കറിയാം, കമ്മ്യൂണിസത്തിന് എതിരായിട്ടാണ് ഈ പറഞ്ഞ ഒരു നോവല്. കാരണം സ്റ്റാലിനെ, ലെനിനെ ഒക്കെ കളിയാക്കിക്കൊണ്ടാണ്, റിഡിക്യൂൾ ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് എന്താ പറയാ കാരണം, എന്താണ് കമ്മ്യൂണിസം എതിർക്കാനുള്ള കാരണം അല്ലെ? ജോർജ് ഓർവെൽ കമ്മ്യൂണിസം എതിർക്കാനുള്ള കാരണം എന്താണ്? സ്പാനിഷ് സിവിൽ വാർ ആണ്. സ്പാനിഷ് സിവിൽ വാർ. ഓക്കെ, സ്പാനിഷ് സിവിൽ വാർ. എന്താ സ്പാനിഷ് സിവിൽ വാർ ആണെന്ന് പറയാനുള്ള കാരണം? സ്പാനിഷ് സിവിൽ വാറിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പറഞ്ഞ ഒരു എഴുത്തിന് ആധാരമാക്കിയിട്ട് അദ്ദേഹം കമ്മ്യൂണിസത്തിനെ റിഡിക്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ മോസസ് എന്ന് പറയുന്ന രാവൺ, മോസസ് അല്ലെ, മോസസ് എന്ന് പറയുന്ന രാവൺ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കമ്മ്യൂണിസത്തിനെയാണ്. എങ്ങനെയാണ് റിലീജിയസ് ബിലീഫ് കമ്മ്യൂണിസം തകർത്തത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ഇതില് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഉണ്ടല്ലോ, ഈ നോവല് സോവിയറ്റ് യൂണിയൻ, ക്യൂബ, അതുപോലെ തന്നെ ചൈന, ഈ 3 രാജ്യങ്ങളും ബാൻ ചെയ്തിരുന്നു. അപ്പൊ തന്നെ നമുക്കറിയാലോ, കമ്മ്യൂണിസം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളില് ഒന്നാണ് അല്ലെ. ഏതാണ്? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. അപ്പൊ റഷ്യൻ റവല്യൂഷൻ ഒക്കെ നടന്നത്. അതുപോലെ തന്നെ ക്യൂബയിലും കമ്മ്യൂണിസം ഉണ്ട്, ചൈന. ഈ 3 രാജ്യങ്ങളിലും ഈ നോവല് ബാൻ ചെയ്തിരുന്നു. അപ്പൊ ആനിമൽ ഫാം ബാൻ ചെയ്തിട്ടുള്ള 3 രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയനും ക്യൂബയും റഷ്യയും. കാരണം കമ്മ്യൂണിസത്തിനെ എതിർത്തുകൊണ്ടുള്ള, കമ്മ്യൂണിസത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള, കമ്മ്യൂണിസം കൊണ്ട് നടക്കുന്ന ആളുകളെ എന്താ പറയാ റിഡിക്യൂൾ ചെയ്തിട്ടുള്ള ഒരു നോവൽ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ജോർജ് ഓർവെല് ഈ കമ്മ്യൂണിസം വെറുക്കാൻ കാരണം എന്താണ്? സ്പാനിഷ് സിവിൽ വാർ ആണ്. നെക്സ്റ്റ്, വിച്ച് നോവൽ ഓഫ് ജോർജ് ഓർവെൽ ഡീൽസ് വിത്ത് ദ റെവല്യൂഷൻ ഓഫ് ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ്? ഇംഗ്ലണ്ടിന്റെയും അയർലൻഡിന്റെയും ആ ഒരു എന്താ പറയാ റെവല്യൂഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് നോവലാണ്? ഇറ്റ്സ് ആനിമൽ ഫാം അല്ലെ. എന്താണ്? ആനിമൽ ഫാം. ഈ ആനിമൽ ഫാമില് നമ്മൾ പറഞ്ഞു ഇതിന്റെ റെവല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. വാട്ട്സ് ദ മോറൽ ഓഫ് ദ നോവൽ എന്ന് ചോദിച്ചാൽ, ഈ നോവലിന്റെ മോറൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് തുടങ്ങി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ നോവലിന്റെ ആദ്യം നമ്മൾ കാണുന്ന ജനറൽ ആയിക്കോട്ടെ, ഓൾഡ് മേജർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അതില് എന്താ പറയാ മിസ്റ്റർ ജോൺസ്, അങ്ങനെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബെഞ്ചമിൻ, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം മരിക്കുന്നുണ്ട്. എല്ലാവരും എന്താണ്? മരിക്കുകയാണ്. അതിന്റെ ഓണർ മരിക്കുന്നു. പിന്നെ നെപ്പോളിയൻ ആണ് അവിടെ ഒരു ലീഡിങ് പവർ ആയിട്ട് കാണിക്കുന്നത്. നെപ്പോളിയൻ ആദ്യം ഈ മിസ്റ്റർ ജോൺസിന്റെ ഈ ആധിപത്യം, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അയാൾ അടിച്ചേൽപ്പിച്ചിരുന്നതിനൊക്കെ എതിർത്തുന്ന ഒരാള്, അയാളുടെ കയ്യിലേക്ക് പവർ വന്നപ്പോൾ, അധികാരം വന്നപ്പോൾ വീണ്ടും എന്തായിട്ട് മാറി? ഒരു ക്രൂരനായിട്ട് മാറി. അപ്പൊ നമുക്കതിന്റെ മോറൽ എങ്ങനെ പറയാം? പവർ ടെൻസ് ടു ബി കറപ്റ്റഡ് അല്ലെ. പവർ ടെൻസ് ടു കറപ്റ്റഡ് ആൻഡ് ക്യാൻ ലീഡ് ടു ഒപ്രഷൻ. പവർ എന്തായിട്ട്? കറപ്ഷനിലേക്ക് എത്തിക്കും. പവർ ടെൻസ് ടു അല്ലെ, എന്താ പറഞ്ഞത്? പവർ ടെൻസ് ടു കറപ്ഷൻ. അധികാരം എന്തിലേക്കാണ് എത്തിക്കുന്നത്? അഴിമതിയിലേക്ക്.
അവരുടെ ആ കൂട്ടക്കാർക്ക് മാത്രം, പിഗിന്റെ കൂട്ടക്കാർക്ക് മാത്രം എന്താണ് എല്ലാ ആനുകൂല്യങ്ങളും. അങ്ങനെ അധികാരത്തിൽ വരുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? അത് മൃഗങ്ങളായാലും മനുഷ്യരായാലും അവരുടെ കൂടെ ഉള്ളവരെ മാത്രം എന്താണ് സംരക്ഷിക്കുക. സോ പവർ ടെൻസ് ടു കറപ്ഷൻ ആൻഡ് can lead to oppression and can lead to oppression. അപ്പൊ ഇത് നമുക്ക് അതിന്റെ എന്തായിട്ട് പറയാം? ഒരു മോറലായിട്ട് പറയാം. നമ്മൾ എന്താണ് ഈ ലെസണിൽ നിന്നും പഠിച്ചത്? മൃഗമായാലും മനുഷ്യനായാലും നടക്കുന്നത്. ഓക്കെ, then which revolution is tinted in animal farm? ഏത് റെവല്യൂഷനെ കുറിച്ചിട്ടാണ് അനിമൽ ഫാമിൽ പറയുന്നത്? റഷ്യൻ റെവല്യൂഷൻ ആണ് അല്ലെ. റഷ്യൻ റെവല്യൂഷൻ, സോവിയറ്റ് യൂണിയൻ. 1917 നടന്ന സോവിയറ്റ് യൂണിയനിൽ നടന്ന റഷ്യൻ റെവല്യൂഷനെ കുറിച്ചിട്ടാണ് അനിമൽ ഫാമിൽ അതാണെന്ന് സൂചിപ്പിക്കുന്നത്. വിച്ച് നോവൽ ഓഫ് ജോർജ് ഓർവെൽ deals with suppression of truth and free speech in future? ഏത് നോവലിലാണ്, ജോർജ് ഓർവെലിന്റെ ഏത് നോവലാണ് സപ്രേഷൻ ഓഫ് ട്രൂത്ത് അതുപോലെ തന്നെ സ്പീച്ച് ഇൻ ഫ്യൂച്ചറിൽ പറയുന്നത്? 1984. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1949. നമ്മൾ പറഞ്ഞതാണ്, അനിമൽ ഫാമിൽ വരുന്നതല്ല, ജോർജ് ഓർവെൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 1984ഉം അനിമൽ ഫാമും ജോർജ് ഓർവെലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പഠിച്ചു വെക്കുക. ഇറ്റ്സ് നോട്ട് 1999, 1949 ആണ് കേട്ടോ. ആ 9 എന്നുള്ളത് എന്താണ്? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. കാരണം അയാൾ 1950 മരിക്കല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് 1950 ശേഷം 1949 കല്യാണം കഴിക്കുന്നത്. 1949 കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞത്, അല്ലെ ട്രീറ്റ്മെന്റിന്, ട്യൂബർകുലോസിന്റെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സോണിയ ബ്രൗണിനെ കല്യാണം കഴിക്കുന്നത്. 3 മാസം കഴിഞ്ഞതും അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. ഹൂ ഈസ് ദ ഓണർ ഓഫ് അനിമൽ ഫാം? അനിമൽ ഫാമിന്റെ ഓണർ ആരാണ്? മിസ്റ്റർ ജോൺസ് ആണ്. മിസ്റ്റർ ജോൺസ്. ആ ഫാമിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ. മിസ്റ്റർ ജോൺസ് ആകുന്ന സമയത്ത് ആരാണ്? മെനർ ഫാം ആണ്. ഓക്കെ, ആ പേരും ഓർത്തു വെക്കണേ, മിസ്റ്റർ ജോൺസ്. അനിമൽ ഫാം ഈസ് ബേസ്ഡ് ഓൺ, അനിമൽ ഫാമിന്റെ ഒരു ബേസ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അതുള്ളത്? ജോസഫ് സ്റ്റാലിൻസ് ബിട്രേയൽ ഓഫ് ദ റഷ്യൻ റെവല്യൂഷൻ. ജോസഫ് സ്റ്റാലിൻസ് ബിട്രേയൽ ഓഫ് ദ റഷ്യൻ റെവല്യൂഷൻ. ജോസഫ് സ്റ്റാലിന്റെ ബിട്രേയൽ അല്ലെ, റഷ്യൻ റെവല്യൂഷനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒഴിവാക്കി. അതിനെ കുറിച്ചിട്ടുള്ളതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എന്ന് പറയുന്നത് അനിമൽ ഫാം എഴുതിയിട്ടുള്ളത്. ഇവിടെ ജോസഫ് സ്റ്റാലിന്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. What event in Russian history was represented by Mr. Jones being forced off the farm in Animal Farm? അതായത് മിസ്റ്റർ ജോൺസ് നമ്മളുടെ അനിമൽ ഫാം തിരിച്ചു പിടിക്കാനായിട്ട് പോയി. റഷ്യൻ ഹിസ്റ്ററിയിൽ ഏത് ഈവന്റ് ആണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ദാറ്റ് ഈസ് ബോൾഷെവിക് റെവല്യൂഷൻ. അപ്പോൾ നമ്മൾക്ക് ഇതെന്ന് എന്താ മനസ്സിലാകുന്നത്? ആ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ആ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻസിഡൻസും ജോർജ് ഓർവെൽ അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള അനിമൽ ഫാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ദെൻ നോക്കൂ, ജോർജ് ഓർവെൽ കംപ്ലീറ്റഡ് അനിമൽ ഫാം ഡ്യൂറിങ്, എപ്പോഴാണ് ജോർജ് ഓർവെൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ്. 2ാം ലോക മഹായുദ്ധം അല്ലെ, 1945 ഇത് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് 1945. Who motivated the animals to rebel against Mr. Jones? മിസ്റ്റർ ജോൺസ് എന്നുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മുതലാളിക്കെതിരെ റിബൽ ചെയ്യാനായിട്ട് അവിടുത്തെ അനിമൽസിനെ പ്രോംപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓൾഡ് മേജർ അതെന്താണ്? ഒരു പിഗ് ആണ് അല്ലെ. ഓൾഡ് മേജർ എ പിഗ്. Which characters in Animal Farm were used by Napoleon
ടു എൻഫോഴ്സ് ഹിസ് റൂൾസ് ഓർ ലോസ് ഓൺ അതർ ആനിമൽസ്. മറ്റു മൃഗങ്ങളിൽ അയാളുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനും മറ്റു മൃഗങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അതിനെ എന്താണ് ശരിയാക്കാനും ഒക്കെ ഏത് മൃഗങ്ങളെയാണ് നെപ്പോളിയൻ ഉപയോഗിച്ചിരുന്നത്? ഡോഗ്സ് ആണ് അല്ലെ. ഡോഗ്സ് അദ്ദേഹത്തിന്റെ എന്താണ് മിലിറ്ററി ഫോഴ്സ് ആണ്. മിലിറ്ററി ഫോഴ്സ്, അതായത് ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് മിലിറ്ററി ഫോഴ്സസിനെ കൊണ്ടു നടന്നിരുന്നു, അയാളെ എതിർക്കുന്നവരെയൊക്കെ അടിച്ചമർത്താനായിട്ട്. അതുപോലെ ഈ ഡോഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകളെ അയാളെ എതിർക്കുമ്പോൾ കൊല്ലുന്നുണ്ട് അല്ലെ. സ്നോബലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപദ്രവിക്കുന്നുണ്ട്. സ്നോബലിനെതിരെ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിച്ചവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. സോ ആ ഡോഗ്സ് ആണ് അയാളുടെ എന്തെന്ന് പറയുന്നത് മിലിറ്ററി ഫോഴ്സ്. Who becomes owner of Animal Farm after മിസ്റ്റർ ജോൺസ്? മിസ്റ്റർ ജോൺസിന് ശേഷം ആരായിരുന്നു അനിമൽ ഫാമിന്റെ ഓണർ എന്ന് പറയുന്നത്? സ്നോബോൾ ആയിരുന്നു അല്ലെ. സ്നോബോൾ എപ്പിഗ്. സ്നോബോളിന്റെ കീഴിലായിരുന്നു എന്തുണ്ടായിരുന്നേ? അനിമൽ ഫാം. നെപ്പോളിയനും സ്നോബോളും ആണ് അവിടുത്തെ ലീഡേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ നെപ്പോളിയന് മുൻപ് അത് ശരിക്കും ആരുടെ കീഴിലായിരുന്നു? ആരുടെ അടുത്തായിരുന്നു? സ്നോബോൾ ആയിരുന്നു. പിന്നെ അതുകൊണ്ടാണ് നെപ്പോളിയൻ സ്നോബോളിനെ അവിടെ നിന്ന് എന്ത് ചെയ്തത്? അടിച്ച് ഒഴിപ്പിച്ചത്. സോ മിസ്റ്റർ ജോൺസിന് ശേഷം ആരായിരുന്നു അവിടെ? സ്നോബോൾ. Who was forced to leave Animal Farm because he was Napoleon's main rival? നെപ്പോളിയന്റെ എതിരാളി അല്ലെ, മെയിൻ റിവൽ ആയതുകൊണ്ട് അനിമൽ ഫാം വിട്ടുപോകേണ്ടി വന്നത് ആർക്കാണ്? സ്നോബോളിനാണ്. നമുക്കറിയാം, കഥ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. ജോർജ് ഓർവെൽ വാസ് എ democratic socialist. He was come under the category of democratic socialist. Who is villain in the novel? നെപ്പോളിയൻ ആണ് അല്ലെ. വില്ലൻ ആരാണ്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ എന്താണ്? എപ്പിക്. സ്നോബലൊക്കെ പോയി അവിടെ എന്ത് ചെയ്തു? ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന് പ്രധാന കാരണക്കാരൻ ആരാണെന്ന് പറയുന്നത് നെപ്പോളിയൻ ആണ്. ആ ഫാമിൽ ഉണ്ടായിരുന്ന, അതുവരെ ഉണ്ടായിരുന്ന ആളുകൾ നന്നായിട്ട് ജീവിച്ചിരുന്ന അവരുടെ ആ സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതാക്കിയ വില്ലനാണ് ആരെന്ന് പറയുന്നത്? നെപ്പോളിയൻ. ഓക്കെ. ഹൂ ഈസ് മിനിമസ്? മിനിമസ് എന്ന് പറയുന്നത് അവിടെയുള്ള എന്താണ്? പോയറ്റ് ആണ് അല്ലെ. ആ പോയറ്റിന്റെ ജോലി എന്തായിരുന്നു? നെപ്പോളിയനെ കുറിച്ച് പുകഴ്ത്തുക, പുകഴ്ത്തിപ്പാടുക എന്നുള്ളതൊക്കെയാണ് പോയറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നെപ്പോളിയനെ കുറിച്ചിട്ടുള്ള കവിത ഈ 7 കമാൻഡ്മെന്റുകളുടെ എതിർവശത്തായിട്ട് ഒട്ടിച്ചു വെച്ചത്. ഈ കമാൻഡ്മെന്റ് അവിടെ ഒട്ടിച്ചു വെക്കുന്നത് എല്ലാവർക്കും വായിക്കാനും ഓർക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിനെയൊക്കെ നെപ്പോളിയനെയൊക്കെ പുകഴ്ത്തിയിട്ട് അപ്പുറത്ത് എന്ത് എഴുതി വെച്ചു? കവിതയൊക്കെ എഴുതി വെച്ചു. ഈ കമാൻഡ്മെന്റില് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. അതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരെണ്ണാണ് ഓൾ ആനിമൽസ് ആർ ഈക്വൽ എന്നുള്ളത്. അതിൽ എന്തുണ്ടായിരുന്നു? 7ാമത്തെ കമാൻഡ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് എന്ത് ചെയ്തിട്ട് പുതുക്കിയിട്ട് എന്തെഴുതി? ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഇത്. ഏതിലത്തെ ആണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓൾ ആനിമൽസ് ആർ ഈക്വൽ. ഇത് അനിമൽ ഫാം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 കമാൻഡ്മെന്റിലെ ഒന്നായിരുന്നു ഏതെന്ന് പറയുന്നത് ഓൾ ആനിമൽസ് ആർ ഈക്വൽ. അതിനുശേഷം ഈ പന്നികളുടെ, പിഗുകളുടെ കീഴിൽ വന്നപ്പോൾ പിഗുകൾക്ക് കുറച്ച് എന്ത് കിട്ടിയപ്പോ എന്താ പറയാ മറ്റുള്ളവരെക്കാൾ പ്രിവിലേജുകളൊക്കെ അനുഭവിച്ചപ്പോൾ അവർ ആ കമാൻഡ്മെന്റ് എന്ത് ചെയ്തു? തിരുത്തി. എന്നിട്ട് എന്താക്കി? ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് some animals are more equal than others. But some animals are more equal than others. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക്, നമ്മൾ തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ഏതിലത്തേതാണ്? ആനിമൽ ഫാം അല്ലെ. ഇത് ആരുടേതാണ്? നമ്മളുടെ ജോർജ് ഓർവെലിന്റേതാണ് അല്ലെ. ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്.
എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ, എല്ലാ മൃഗങ്ങളും ഒരുപോലെയാ, പക്ഷെ ചില മൃഗങ്ങള് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി എന്താണ് കൂടുതൽ ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് എന്തുമാത്രമാണ് അല്ലെ നിയമങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ടുന്ന കൽപ്പനകളെയും ഒക്കെ നമ്മൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി മറിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മിനിമസ് ഇവിടുത്തെ പോയറ്റാണ്. അയാളുടെ പ്രധാന ജോലി എന്താണ്? നെപ്പോളിയനെ പുകഴ്ത്തി എഴുതുക, അയാളുടെ ഡീഡുകള്. വിച്ച് റഷ്യൻ ലീഡർ ഡസ് സ്നോബോൾ റെപ്രസെന്റ്? സ്നോബോൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പിഗാണ്, ലിയോൺ ട്രോട്സ്കി അല്ലെ. മുഴുവൻ പേരെന്താണ്? ലിയോൺ ട്രോട്സ്കി. നെപ്പോളിയൻ സ്റ്റാലിൻ ആണ്, ജോസഫ് സ്റ്റാലിൻ ആണ്. ലിയോൺ ട്രോട്സ്കി അദ്ദേഹത്തിന്റെ എതിരാളി റിവൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോൺ ട്രോട്സ്കി. അതാണ് സ്നോബോൾ. വിച്ച് റഷ്യൻ ലീഡർ ഡസ് നെപ്പോളിയൻ റെപ്രസെന്റ്? ജോസഫ് സ്റ്റാലിൻ. നെപ്പോളിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ലിയോൺ ട്രോട്സ്കി നേരെ തിരിച്ചു ചോദിക്കാം. ലിയോൺ ട്രോട്സ്കി ആരാണ്? ദെൻ സ്നോബോൾ ആണ്. നെപ്പോളിയൻ ആരാണ്? നമ്മളുടെ ജോസഫ് സ്റ്റാലിൻ ആണ്. ഓൾഡ് മേജർ റെപ്രസെന്റ്. ഓൾഡ് മേജർ ആരാണ്? ലെനിൻ അല്ലെങ്കിൽ എന്താണ്? കാൾ മാർക്സ്. അതായത് കമ്മ്യൂണിസം എന്നുള്ള ആശയം ഇട്ടുകൊടുക്കുന്നത് കൊണ്ടുവരുന്നത് ആരാണ്? കാറൽ മാർക്സും ലെനിനും ഒക്കെയാണ്. കാറൽ മാർക്സിന്റെ അടുത്ത് നിന്ന് ഒറിജിൻ ചെയ്തു റഷ്യയിലേക്ക് എത്തിക്കുന്നത് ലെനിനാണ്. അതുകൊണ്ട് ഓൾഡ് മേജർ എന്നുള്ളത് എന്താണ്? ആരെ റെപ്രസെന്റ് ചെയ്യുന്നു? ലെനിൻ അല്ലെങ്കിൽ കാറൽ മാർക്സ് കേട്ടോ. അപ്പോ കമ്മ്യൂണിസത്തിന്റെ വക്താക്കൾ അവര് പറഞ്ഞതുപോലെ അല്ല, അവര് ഇട്ടുകൊടുക്കുന്ന കണ്ടന്റുകളല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞതല്ല പിന്നീട് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ മിസ്റ്റർ ജോൺസ് റെപ്രസെന്റ്. മിസ്റ്റർ ജോൺസ് ആരാണ്? നിക്കോലാസ് രണ്ടാമൻ, അന്ന് റഷ്യ ഭരിച്ചിരുന്ന സാർ നിക്കോലാസ് രണ്ടാമൻ, സോവിയറ്റ് യൂണിയന്റെ എന്താ പറയാ ആള് അല്ലെ, ഭരിച്ചിരുന്ന ഒരു രാജാവോ വ്യക്തി. അത് അദ്ദേഹം എന്താണ്? സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു ഇമ്പീരിയലിസത്തിനെയൊക്കെ മുറുകെ പിടിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. സോ അദ്ദേഹത്തിനെയാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? മിസ്റ്റർ ജോൺസ്. അവിടെ നിന്ന് ആ ഒരു എന്താ പറയാ ഇതിൽ നിന്നാണ് കമ്മ്യൂണിസം അവിടെ വളരുന്നതും അതിനെ എടുത്തു മാറ്റുന്നത്. അപ്പൊ മിസ്റ്റർ ജോൺസ് അവിടെ നിന്നും എന്ത് ചെയ്തു? നിക്കോലാസ് രണ്ടാമനെ പോലെ മാറ്റപ്പെട്ടു. അടുത്തത്, വാട്ട് ന്യൂ നെയിം ഈസ് ഗിവൺ ടു അനിമൽ ഫാം ഇൻ ദ എൻഡ് ബൈ നെപ്പോളിയൻ? അതായത് ഈ അനിമൽ ഫാം എന്ന് പറയുന്ന കഥ അവസാനിക്കുമ്പോൾ നെപ്പോളിയൻ ഒരു പേര് കൊടുക്കുന്നുണ്ട് അനിമൽ ഫാമിന്. എന്ത് തന്നെയാണത്? ദ മാനർ ഫാം. വീണ്ടും എന്ത് തന്നെ വന്നു? ദ മാനർ ഫാം. ഡെസ്പൈറ്റ് ബീയിങ് എ സക്സസ്ഫുൾ നോവലിസ്റ്റ്, ജോർജ് ഓർവെൽ വാസ് ഓൾസോ എ സക്സസ്ഫുൾ എസ്സേയിസ്റ്റ്. നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ എസ്സേയിസ്റ്റ്. ക്യാരക്ടേഴ്സ് ഓൾ ഫ്രം റിയൽ ലൈഫ്. അദ്ദേഹത്തിന്റെ എസ്സേയിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് അദ്ദേഹം എവിടെ നിന്ന് എടുക്കുന്നതാണ്? റിയൽ ലൈഫിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. വാട്ട് ഈസ് ദ ജോണർ ഓഫ് അനിമൽ ഫാം? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പല പരീക്ഷകളിലും ചോദിക്കുന്നു. അനലഗോറിക്കൽ നോവൽ. അനലഗോറിക്കൽ അല്ലെ, അലഗോറിക് എസ്സേ എന്നോ അലഗോറിക് നോവൽ എന്നോ അലഗോറിക്കൽ നോവൽ എന്നോ പൊളിറ്റിക്കൽ സാറ്റയർ, പൊളിറ്റിക്കൽ എന്താണ് അലഗോറിക് സാറ്റയർ, അങ്ങനെ പലതരത്തിൽ നമുക്ക് അലഗോറിക് എന്നുള്ള ടേം ഉണ്ടെങ്കിൽ ഓർക്കാം. വെൻ വാസ് ഇറ്റ് പബ്ലിഷ്ഡ്? എപ്പോഴാണ് ഇത് പബ്ലിഷ് ചെയ്തത്? 1945 ഓഗസ്റ്റ് 17 അല്ലെ. ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഓഗസ്റ്റ് 17 അത് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. Whom did Napoleon sell timber? ടിംബർ അത് വിൽക്കാനായിട്ട് ആരെയാണ് അദ്ദേഹം എന്താ പറയാ എടുക്കുന്ന? ആർക്കാ സെല് ചെയ്യുന്നത്? മിസ്റ്റർ ഫ്രെഡറിക് അല്ലെ. അദ്ദേഹം എന്താണ് ഇവരടുത്ത് വന്നിട്ട്
ഭയങ്കരമായിട്ട് കൂട്ടാണ് നെപ്പോളിയനുമായിട്ട് കൂട്ടൊക്കെ കൂടി കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടുത്തെ ടിമ്പറൊക്കെ വാങ്ങാം എന്ന് പറയുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് പൈസയ്ക്ക് പകരം ചെക്ക് കൊടുക്കാണ്. ചെക്ക് വേണ്ട, പൈസ മതി എന്ന് പറഞ്ഞപ്പോൾ കള്ളനോട്ടുകൾ, കള്ളപ്പണം കൊടുത്തിട്ട് അവരെ കള്ളപ്പണം അല്ല കള്ള നോട്ടുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പറ്റിക്കുന്നു. അതറിഞ്ഞപ്പോൾ ഫെഡറിക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്, മൃഗങ്ങളെല്ലാരും കൂടി ഓടിക്കുന്നുണ്ട്. ഫെഡറിക് അയാളുടെ കൂട്ടാളികളെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് പിന്നെ അവിടെ ഒരു റിബല്യനൊക്കെ നടക്കുന്നുണ്ട്. സോ ഫെഡറിക്. ഹൂ ഈസ് മിസ്റ്റർ പിക്ലിംഗ്ടൺ? പിക്ലിംഗ്ടൺ ആരാണ്? ഓണർ ഓഫ് ഫോക്സ്വുഡ്, എ ലാർജ് നെയ്ബറിംഗ് ഫാം. നമ്മളുടെ ആനിമൽ ഫാമിനടുത്തുള്ള നെയ്ബറിംഗ് ഫാം ആണ് ഏതെന്ന് പറയുന്നത്, ഫോക്സ്വുഡ്. അതിന്റെ ഓണറാണ് മിസ്റ്റർ പിക്ലിംഗ്ടൺ. മിസ്റ്റർ പിക്ലിംഗ്ടൺ നെയ്ബർ അല്ലെ, ഓണർ ആണ് എന്നുള്ളത് ഓർക്കുക. ഹൂ ഈസ് മാലി? എ വൈറ്റ് മെയർ ആണ്. മാലി എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറ്റ് മെയർ ആണ്. നമ്മളുടെ മിസ്റ്റർ ജോൺസിന്റെ കുതിരവണ്ടിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നതാണ് ആരെ? മാലിയെ അല്ലെ, മാലിയെ കുറിച്ചിട്ട് നമ്മളുടെ എസ്സേയില് നോവലിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാലിക്ക് ഇങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചോദിച്ചാലും, എന്തൊരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും മാലി ചോദിക്കും, റിബൺ കിട്ടുമോ, ഷുഗർ കാൻഡി കിട്ടുമോ എന്നൊക്കെ. മാലി അത് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, മനുഷ്യരൊക്കെ ആയിട്ട് നല്ല കമ്പനി വെക്കും. ആര്? മാലി. ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കും, ആളുകളൊക്കെ ആയിട്ട് എന്താണ്, ഒരു മനുഷ്യനിലെ ഒരു ആളുമായിട്ട് മാലി എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര കൂട്ടാകുന്നുണ്ട്. അയാൾ അവൾക്ക് ഷുഗർ കാൻഡി കൊടുക്കുന്നു, റിബൺ കൊടുക്കുന്നു. പിന്നീട് ഇവര് ചീത്ത പറഞ്ഞപ്പോൾ ഒരു ദിവസം മാലിയെ കാണാനില്ല. മാലിയെ പിന്നീട് ആരൊക്കെയോ പറഞ്ഞു അവിടെ ഹ്യൂമൻ ബീങ്സുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് കാണാം, ഷുഗർ കാൻഡി ഒക്കെ കഴിച്ചുകൊണ്ട് എന്നുള്ളത്, ഷുഗർ ക്യൂബ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈറ്റ് മെയർ, സ്ത്രീകളുടെ ആ ഒരു റെപ്രസെന്റേഷൻ എന്താണ്? ഏതവസ്ഥയിലാണെങ്കിലും സ്ത്രീകൾക്ക് എന്താണ് ആവശ്യം എന്ന് പറയുന്നത്? നല്ല കഴിക്കാനുള്ള ഭക്ഷണം, സുന്ദരിയായിട്ട് ഒരുങ്ങി നടക്കണം, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കണം, ആളുകളോട് സംസാരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ മാലി. പക്ഷെ സ്റ്റോറിയിൽ വലിയ കഥയൊന്നും അവർക്ക് ആ നോവലിൽ ചെയ്യാനില്ലാത്തത് കൊണ്ട്, സമ്മറിയിൽ നമുക്ക് അവരെ എടുത്ത് പറയാനില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഒന്നും അവര് മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് മാത്രം. Which animal hides during the battle? അല്ലെ, ബാറ്റിൽ ഓഫ് ഓസ്റ്റഡ് മിസ്റ്റർ ജോൺസൺ ആനിമൽ. അതായത് മിസ്റ്റർ ജോൺസും അതുപോലെ തന്നെ ആരാണ്, നമ്മളുടെ ആനിമൽസും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ബാറ്റിൽ ഓഫ് കൗഷഡ് എന്നാണ് അത് അറിയപ്പെടുന്നത് അല്ലെ, ബാറ്റിൽ ഓഫ് കൗഷഡ്. ഈ ബാറ്റിൽ ഓഫ് കൗഷഡിന്റെ സമയത്ത് ഒളിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ മോളിയാണ്. ആരാണ് ഒളിച്ചിരിക്കുന്നത്? മോളി, വൈറ്റ് മെയർ. കാരണം അവൾക്ക് അവളുടെ യജമാനന്മാരോടായിട്ട് ഭയങ്കര എന്തുണ്ട്, മിസ്റ്റർ ജോൺസ് ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ഈ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാനൊന്നും എന്താണ് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഒളിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒളിച്ചിരിക്കുന്നത് ആരാണ്? Then who teaches the sheep to chant 4 legs good, 2 legs better? അതായത് അവിടെയുള്ള ആടുകളോടൊക്കെ ആരാണ് പറയുന്നത്, 4 കാലിലല്ല, നിങ്ങൾ 2 കാലിൽ നടന്നു പഠിക്കൂ, 2 കാലാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് ആരാണ് പറയുന്നത്? ആരാണ്? സ്ക്വീലർ ആണ് അല്ലെ. സ്ക്വീലർ എന്ന് പറയുന്നത് ശരിക്കും ഒരു വിദൂഷകന്റെ ഒക്കെ റോള് ചെയ്യുന്ന ആളാണ് സ്ക്വീലർ. നെപ്പോളിയൻ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ആളുകളിലേക്ക്, അടുത്ത എന്താ പറയാ, അയാളുടെ താഴെയുള്ള ജനമല്ല എന്താ പറയാ, മൃഗങ്ങൾ അല്ലെ, മൃഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സ്ക്വീലറാണ്. സ്ക്വീലർ എന്ത് ചെയ്യുന്നുണ്ട്, ആടുകളോടൊക്കെ പറയുന്നുണ്ട്, അവരുടെ പന്നികളൊക്കെ 2 കാലിൽ നടന്ന് പഠിക്കാണല്ലോ. അപ്പൊ ആടുകളോട് പറയാണ്, ഷീപ്പിനോട് പറയാണ്, നിങ്ങളും എന്ത് ചെയ്യാൻ പഠിക്കൂ, 2 കാലിൽ നടന്ന് പഠിക്കൂ, 4 കാലല്ല 2 കാലിൽ നടന്ന് പഠിക്കൂ. അതാരാ പറയുന്നത്? സ്ക്വീലർ ആണ് പറയുന്നത്. ഹൗ മെനി ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ബോക്സർ നോ? ബോക്സർ ആരാ? നമ്മളുടെ ഹോഴ്സ് ആണ് അല്ലെ, നല്ല ശക്തിവാനായ ഹാർഡ് വർക്കർ ആയിട്ടുള്ള ഹോഴ്സ്. അയാൾക്ക് ആകെ 4 ഇംഗ്ലീഷ് ലെറ്ററേ അറിയുള്ളൂ. ഏതൊക്കെയാണ്? ഓൺലി 4. ഫ്രം എ ടു ഡി, എയിൽ നിന്നും ABCD, ഈ 4 ലെറ്ററേ ആർക്കറിയുള്ളൂ? ബോക്സറിന് അറിയുള്ളൂ.
അപ്പൊ ബോക്സർ ആരാണ്? ഹോഴ്സ് ആണ്, നമുക്കറിയാം അല്ലെ. അടുത്തത്, വാട്ട് ഡസ് നെപ്പോളിയൻ ക്ലെയിം വാസ് ഹിസ് ഐഡിയ വിച്ച് വാസ് റിയലി സ്നോബോൾസ് ഐഡിയ? ഏത് ഐഡിയയാണ് നെപ്പോളിയൻ തന്റെ ഐഡിയ ആണെന്ന് പറഞ്ഞത്? പക്ഷെ അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്? സ്നോബോളിന്റെ ഐഡിയ ആണ്. പക്ഷെ അത് ആരുടെ ഐഡിയ ആണെന്ന് പറയും? നെപ്പോളിയൻ. ബിൽഡിംഗ് എ വിൻഡ് മിൽ. വിൻഡ് മില്ല് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കമാണ് സ്നോബോളും നെപ്പോളിയനും തമ്മിലുണ്ടായി. സ്നോബോളിനെ അവിടുന്ന് ഓടിച്ചു വിടും അല്ലെ. പോയതിനു ശേഷം നെപ്പോളിയൻ പറയാണ് നമുക്ക് വിൻഡ് മില്ല് ഉണ്ടാക്കാം. അപ്പൊ ആളുകൾ ചോദിക്കും, മൃഗങ്ങൾ ചോദിക്കും, എന്താണ് അതിനല്ലേ സ്നോബോളിനെ പറഞ്ഞു വിട്ടെ എന്ന് ചോദിക്കുമ്പോൾ നെപ്പോളിയൻ പറയും, അത് വിൻഡ് മില്ല് ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഐഡിയ ആയിരുന്നു എന്ന്. വാട്ട് ആർ ബോക്സേഴ്സ് മാക്സിംസ്? എന്തൊക്കെയാണ് ബോക്സറിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്? മാക്സിംസ് എന്താണ്? ഐ വിൽ വർക്ക് ഹാർഡർ. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യും? അധ്വാനിക്കും അല്ലെ. അതൊരെണ്ണമാണ് ഐ വിൽ വർക്ക് ഹാർഡർ. അത് നമ്മുടെ ഓപ്ഷനിൽ ഒന്നുള്ളത് കൊണ്ടാണ് കൊടുത്തത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് മൂപ്പരുടെയില്. എന്താണ്? നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്. നെപ്പോളിയൻ എന്തായിരിക്കും? എപ്പോഴും ശരിയായിരിക്കും. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന, സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല, എന്നാൽ വളരെ ശക്തിമാനായിട്ടുള്ള ആളായിരുന്നു നമ്മളുടെ ബോക്സർ എന്ന് പറയുന്നത്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ മറ്റൊരാളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അയാൾ പറയുന്നത് അതേപോലെ അനുസരിക്കുക. അവസാനം എന്താ ഉണ്ടായത്? നാശമാണ് ഉണ്ടായത് അല്ലെ. അയാളുടെ കൈകൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു നെപ്പോളിയന്റെ ഒത്താശയോട് കൂടെ തന്നെയാണ് ആര് മരിക്കുന്നത്? ബോക്സറിനെ മറ്റേ ഇറച്ചിക്കടക്കാരന് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി. അടുത്തത്, ഹൂ ടീച്ചസ് ആനിമൽസ് ടു റീഡ് ആൻഡ് റൈറ്റ്? ഈ റിബല്യനൊക്കെ ശേഷം മൃഗങ്ങളോട് എഴുതാനും വായിക്കാനും പഠിക്കാൻ പറഞ്ഞു അല്ലെ. ആരാണ് അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നത്? സ്നോബോൾ ആണ്. സ്നോബോൾ ടീച്ചസ് ആനിമൽസ് ടു റീഡ് ആൻഡ് റൈറ്റ്സ്. ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കേട്ടിട്ടാണ് ചോദിച്ചിട്ടുള്ളതാണ്. കാറ്റഗറി 3 നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഹൂ അനൗൺസ്ഡ് ദ ഡെത്ത് ഓഫ് ബോക്സർ? ബോക്സർ മരിച്ചു എന്ന് അവിടെയുള്ള മൃഗങ്ങളോട് വന്ന് പറഞ്ഞത് ആരാണ്? സ്ക്വീലർ ആണ്. എന്തെങ്കിലും അവിടെ നടന്നത് പറയുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? സ്ക്വീലർ ആയിരിക്കും. അപ്പൊ സ്ക്വീലർ ആണ് എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്യുന്നത് ബോക്സർ എന്ത് ചെയ്തു? മരിച്ചു. വാട്ട് ആക്ടിവിറ്റീസ് നെപ്പോളിയൻ സ്റ്റാർട്ട് അറ്റ് ദ എൻഡ്? ഓക്കെ, നെപ്പോളിയൻ എന്തൊക്കെയാണ് അവസാനം തുടർന്നത്? സ്റ്റാർട്ട് ടു അഡാപ്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ ആദ്യം ചെയ്തു തുടങ്ങിയത് എന്താണ്? 2 കാലില് നടക്കുക എന്നുള്ളതാണ് അല്ലെ. എന്താണ്? 2 കാലിൽ നടക്കുക. അവരുടെ 7 കൽപ്പനകളിൽ ഇല്ല ഒരു കാര്യമാണ് 2 കാലുള്ളവർ എനിമിയാണ് എന്നുള്ളത്. അത് പിന്നീട് നെപ്പോളിയൻ എന്ത് ചെയ്തു? പൊട്ടിച്ചു. 2, പിന്നെ ആൽക്കഹോൾ ഡ്രിങ്കിങ്. വിസ്കി എന്ന് പറയുന്ന സാധനം അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി ആണ് അല്ലെ, ആൽക്കഹോൾ ഡ്രിങ്കിങ്. മൃഗങ്ങളൊക്കെ കുടിച്ചു കഴിച്ചു എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സോ ആൽക്കഹോൾ ഡ്രിങ്കിങ്. പിന്നീട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തു ധരിക്കാനായിട്ട് തുടങ്ങി. ഇത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. എന്ത് ധരിക്കുക? ഡ്രസ് ചെയ്യുക. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി വിത്ത് ഹ്യൂമൻ ബീയിങ്സ് അല്ലെ. പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് മദ്യം വിളമ്പി. കാർഡ്സ്, പ്ലേയിങ് കാർഡ്സ്, കാർഡുകളൊക്കെ അവരോടൊപ്പം കളിച്ച്. അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. കച്ചവടം ചെയ്യുക, മരങ്ങൾ, ടിമ്പറൊക്കെ തൂക്കി വിൽക്കുക, മുട്ട, കോഴികളുടെ മുട്ടകളൊക്കെ വിൽക്കുക. സോ ഇതൊക്കെ മനുഷ്യര് ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം നെപ്പോളിയൻ പിന്നീട് പിന്തുടരാനായിട്ട് തുടങ്ങി. വാട്ട് ഈസ് ഷുഗർ കാൻറ്റി മൗണ്ടെയിൻ? നമ്മളുടെ മോസസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് റാവൺ പറയുന്ന ടേമാണ് ഷുഗർ കാൻറ്റി മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ദ ഐഡിയ ഓഫ് ആനിമൽ ഹെവൻ പ്രൊപ്പഗേറ്റഡ് ബൈ മോസസ് ദ റാവൺ. ഈ ഷുഗർ കാൻഡി എന്നുള്ളത് എന്താണ്?
ഐഡിയ ഓഫ് ആനിമൽ ഹെവൻ ആണ്. മൃഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടുന്ന സ്വർഗമാണ് ഈ ഷുഗർ കാൻഡി മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അത് പരത്തിയത് ആ മൃഗങ്ങൾക്കിടയിൽ പറഞ്ഞ് പരത്തിയത് ആരാണ്? മോസസ് ആണ്. രാവൺ അല്ലെ, മോസസ് രാവൺ. മോസസ് ദ രാവൺ റെപ്രസെന്റ്സ് എന്തിനെയാണ് കാണിക്കുന്നത്? കമ്മ്യൂണിസം ആണ് അല്ലെ. എന്താണ്? കമ്മ്യൂണിസം. Then with whom does Napoleon play cards at the ends? ആരോടൊപ്പമാണ് നെപ്പോളിയൻ അവസാനം കാർഡ് കളിക്കുന്നത്? മിസ്റ്റർ പിൽക്കിങ്ടൺ. അവരുടെ നെയ്ബറിംഗ് ഫാം നടത്തുന്ന മനുഷ്യനാണ് അല്ലെ. നെയ്ബറിംഗ് ഫാം നടത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മിസ്റ്റർ പിൽക്കിങ്ടൺ. അപ്പോൾ അയാളോടൊപ്പമാണ് അവസാനം എന്ത് കളിക്കുന്നത്? ചീട്ട് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ചോദ്യങ്ങള് നമ്മളെല്ലാം ചെയ്തു. ആനിമൽ ഫാം എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു നോവലാണ്. കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, കുറെ സമ്മറി ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.